ഒരു സൈഡിൽ PR ടീം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വെളുപ്പിക്കാൻ വേണ്ടി കുറേ പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ സെറ്റാക്കി ഒന്ന് വെളുപ്പിച്ച് കൊണ്ടുവരുമ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് ചെറ്റവർത്താനം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വീണ്ടും ഞാൻ നന്നാവൂല, ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. PR വർക്കിന് കൊടുക്കുന്ന കാശ് വെള്ളത്തിലാണ്, നമ്മുടെയൊക്കെ കാശിനിടയല്ല, അതെന്ത് പറയാൻ. അപ്പോൾ ഇന്നലെ ഇങ്ങനൊരു പ്രസംഗത്തിനിടയിൽ ഒരു വ്യക്തി ചോദ്യം ചോദിക്കുന്ന ആ ഒരു ടൈമിൽ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ള സാധനത്തിൽ ഏറെപ്പോയി തുടങ്ങിയതാണ്. ഇന്ന് വന്നിരുന്നിട്ട് അതിന് അതിഭീകരമായിട്ടുള്ള ന്യായീകരണമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ന്യായീകരണം ക്യാപ്സ്യൂളായിട്ട് വെള്ളം തൊടാതെ ഒഴുകാൻ വേണ്ടിയിട്ട് കുറേ കമ്മികളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുജിത് ഭക്തൻ്റെ പോഡ്കാസ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങേര് വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലാലേട്ടനായിട്ടുള്ള ഇൻ്റർവ്യൂ, സ്ലോഗൻ ചൊല്ലി പാട്ട് പാടിയുള്ള പരിപാടിക്ക് ചിലവായത് 11,21,000 രൂപയെന്നൊക്കെ ഒന്ന് പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ ലാലേട്ടൻ എത്ര കൊടുത്തു, എത്ര വാങ്ങി, അങ്ങനെ ഒരു വാങ്ങൽ കൊടുക്കൽ പരിപാടി നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. 2 കസാല, ഒരു മൈക്കും 2 ലൈറ്റും എഡിറ്റിങ്ങിനും വേണ്ടിയിട്ടാണോ ഇവിടെ 11,21,000 രൂപ ചിലവായത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓക്കെ, വിവരാവകാശം കൊടുത്ത ആൾ ലാലേട്ടൻ എത്ര കൊടുത്തു, കിട്ടി എന്നുള്ളത് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളൊരു സംശയം കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ നമുക്ക് സുജിത് ഭക്തൻ്റെ പോഡ്കാസ്റ്റിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, എന്നിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അങ്ങനെ തൊട്ട് രസമായിട്ട് അങ്ങനെ പോവാം. എന്താണ് നമ്മുടെ മുഖ്യമന്ത്രി, ഇപ്പം എത്ര ദിവസം അങ്ങനെ പറയാൻ പറ്റുമെന്നറിയില്ലല്ലോ, എന്തായാലും പറയുന്നേ, നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് പറയാനുള്ളത് നോക്കാം. ഇന്ന് നമ്മുടെ അതിഥി മറ്റാരുമല്ല, ശ്രീ പിണറായി വിജയൻ, നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. സാർ നമസ്കാരം. നമസ്കാരം. സാർ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ധാരാളം ഇൻ്റർവ്യൂകൾ കൊടുക്കുന്നത് കണ്ടു. TV ചാനലുകളിലൊക്കെ സാറിൻ്റെ ഇൻ്റർവ്യൂ ആണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്നു, സാർ ഉത്തരങ്ങൾ പറയുന്നു. അങ്ങനത്തെ ഒരു വളരെ ഗൗരവകരമായിട്ടുള്ള വളരെ ഗൗരവമേറിയ ഇൻ്റർവ്യൂസാണ് TV ചാനലുകളിലൊക്കെ കണ്ടത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് മാറ്റി നമുക്ക് കുറച്ച് കാഷ്വൽ ടോക്കുകളും കുറച്ച് നർമ്മ സംഭാഷണങ്ങളൊക്കെ ആയാലോ? ആയിക്കോട്ടെ. ഇതൊരു പോഡ്കാസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്, അതാണ് ഇങ്ങനത്തെ ഒരു മൈക്കും സെറ്റപ്പും ഒക്കെ. സുജിത് ഭക്തൻ സംഗതി കുറച്ച് എന്താ പറയുക, എൻജോയ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ എല്ലാവർക്കും കുറച്ച് ഫണ്ണായിട്ടുള്ള രീതിയിലൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആരോടെ ഈ പറയുന്നത്? ഇയാളെ ഫണ്ണാക്കാനോ എൻജോയ് ചെയ്യുന്ന രീതിയിൽ പറയിപ്പിക്കാനോ പോയി കഴിഞ്ഞാൽ ഇയാളെ വായന്ന് വരുന്ന വർത്താനം വേറെ പലതുമായിരിക്കും. തമ്പുരാൻ്റെ മുന്നിൽ ഇങ്ങനെ കിടന്ന് പറയാൻ പാടൂ. മിസ്റ്റർ സുജിത് ഭക്തൻ, ബി കെയർഫുൾ. ഓക്കെ, എന്താണെങ്കിലും ഇങ്ങനെയാണ് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ തുടക്കം വന്നത്. ഇന്നലെ മൂപ്പര് കുറച്ച് ഫണ്ണാക്കിയപ്പോഴാണ് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞത്. എന്താണെങ്കിലും ഇൻ്റർവ്യൂവിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുകയാണ്. PR വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചെയ്യാത്തതോ അല്ലെങ്കിൽ ആരും ഓപ്റ്റ് ചെയ്യാത്ത കാര്യമൊന്നുമല്ല. ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ എക്കോസിസ്റ്റത്തിനകത്ത് PR വർക്ക് എന്നുള്ളതിന് ഭയങ്കര വലിയൊരു സ്ഥാനമുണ്ട്. ഈ PR വർക്കാണ് പലരെയും എന്താ പറയുക പുണ്യാളന്മാരാക്കിയിട്ട് ആളുകളിലേക്ക് എത്തിക്കാറ്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇനി എന്താ പറയുക, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇനിയും യൂസ്ഡ് ടു ആയില്ലെങ്കിൽ, അതിനോട് എക്സ്പോസ്ഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടെ മണ്ടത്തരം എന്ന് പറഞ്ഞു ഉണ്ടാതിരിക്കേണ്ടി വരും. ബിക്കോസ് ദീസ് തിങ്സ് ആർ ദെയർ. നമ്മൾ കാണുന്നതൊക്കെ ഒരു തരം PR വേൾഡ് ബിൽഡ് ചെയ്തെടുത്ത പരിപാടികളാണ്. ഓക്കെ, അപ്പോൾ PR മാനിപ്പുലേഷൻസ് എങ്ങനെ അത് നമുക്ക് വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കുക. അതിലെ പ്രോസ് ആൻഡ് കോൺസ്, അല്ലെങ്കിൽ അതിൻ്റെ ഹിഡൻ അജണ്ടകൾ എന്തൊക്കെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് PR ഉണ്ടാവും, നടന്മാർക്ക് ഉണ്ടാവും, യൂട്യൂബേഴ്സ് ഉണ്ടാവും, എല്ലാവരും. ഈ ഒരു സാധാ ഒരു നോർമൽ ഇൻഡിവിജ്വലിന് വേണമെങ്കിലും അയാളെ 10 ആളുകളിലേക്ക് എത്തിക്കാൻ, അത് അയാൾ പറയുന്ന രീതിയിൽ എത്തിക്കാൻ ഒരു PR ഏജൻസിയെ ഹയർ ചെയ്യാം. ഓക്കെ, അതങ്ങനെയാണ്. ഇതൊരു ബിഗ് ബോസിന് മാത്രം ഒതുങ്ങി കൂടുന്ന ഐറ്റമൊന്നും അല്ല PR എന്ന് പറയുന്നത്. ബാക്കിയാണ് ഇതിൽ നല്ല ശുഭപ്രതീക്ഷയിലാണുള്ളത്. കാരണം ജനങ്ങൾ നടന്ന പ്രവർത്തനങ്ങളാണ് വിലയിരുത്തുന്നത്. അതിൻ്റെ ഭാഗമായുള്ള വിധി പ്രഖ്യാപനമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ഒരു പതിവ് 5 വർഷം കൂടുമ്പോൾ ഗവൺമെൻറ് മാറി മറ്റൊരു ഗവൺമെൻറ് വരിക എന്നുള്ളതായിരുന്നു. അത് ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി മാറുന്നു. എന്നാൽ 2021 ആ പതിവ് ജനങ്ങൾ മാറ്റി. 2016 മുതൽ 2021 വരെ അധികാരത്തിൽ ഇരുന്ന LDFന് തന്നെ തുടർ ഭരണം സമ്മാനിച്ചു. ഈ ടൈം ട്രാവൽ ചെയ്യാൻ വല്ല സാധനവും കിട്ടുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആ തീരുമാനമാണ് മാറ്റിയിട്ടുണ്ടാവും. ആദ്യത്തെ 5 കൊല്ലം ഓക്കെ,
മനസ്സിലായോ? ആ ആദ്യത്തെ 5 കൊല്ലം ഓക്കെ എന്നുള്ളത് കൊണ്ടാണ് ഇനിയൊരു 5 കൊല്ലം കൂടി തന്നത്. മതിയായി, മതിയായി, ഇനി വേണ്ട. തമ്പുരാനും തമ്പുരാൻ്റെ പരിവാരങ്ങളും ഒരു സൈഡിൽ ഇരുന്നാൽ മതി. ഇനി ഓപ്പോസിറ്റ് പോയിരുന്നു, അതാ ബെസ്റ്റ്. മലയാളികൾക്കൊരു തെറ്റ് പറ്റി. എല്ലാ 5 കൊല്ലം കൂടുമ്പോഴും മലയാളികൾ എന്ത് ചെയ്യാറുണ്ട്? മാറ്റി മാറ്റി വിടാറുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒരു പാഠം പഠിച്ചിരുന്നു. ഇതിപ്പോൾ ഒന്ന് വെച്ച് നോക്കി അടുപ്പിച്ചൊരു 5 വർഷം 10 വർഷം അങ്ങോട്ടാക്കി. ആദ്യത്തെ ഒരു 5 വർഷത്തെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് കണ്ടതുകൊണ്ടാണ് അടുത്തൊരു 5 കൊല്ലം കൂടി മലയാളികൾ തന്നത്. ആദ്യത്തെ 5 കൊല്ലം അടിപൊളി എന്ന് പറയും. 2016 മുതൽ 2021 വരെ ഓക്കെ, സമ്മതിച്ച്. അതിനൊരു എന്താ പറയുക, ഒരു താളം ഉണ്ടായിരുന്നു, അതിനൊരു ഫ്ലോ ഉണ്ടായിരുന്നു, അത് ഓക്കെ ആയിരുന്നു. എന്തെന്നാ അത് കഴിഞ്ഞിട്ട് കാണിച്ചു കൂട്ടിയത്? ഇപ്പോഴേ ഉണ്ടല്ലോ എൻ്റെ പൊന്നി. ഇനിയിപ്പോൾ എന്താ പറയുക, ഇത് 3.0 പോസിബിൾ അല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇവിടെ ആ രീതിയിലുള്ള മണ്ടത്തരങ്ങളാണ്. അപ്പുറത്ത് ഐക്യജനാധിപത്യ മുന്നണി എന്ന പേരുള്ള ഒരു ഐക്യവും ഞാൻ കണ്ടിട്ടില്ലാത്ത ഈ ഒരു ഐറ്റം ആളുകൾ ചെയ്തു കൂട്ടുന്നത്. അപ്പുറത്ത് എങ്ങനെയെങ്കിലും LDF തന്നെ 3.0 കൊണ്ടുവന്ന് വെറുപ്പിച്ച് UDF ഇല്ലാതാക്കി LDF തന്നെ നിലനിർത്തിച്ച് മെല്ലെ 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 സ്ലോ പോയിസണായിട്ട് കയറാൻ നടക്കുന്ന BJP. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് 3.0 വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കിട്ടിയ ലോട്ടറി, ഇല്ലെങ്കിൽ ഓപ്പോസിറ്റിൽ വീട്ടിലിരിക്കാം, എന്നിട്ട് അവിടെ ചോദിക്കാം എന്നുള്ള നിലയ്ക്ക് അവിടെ ഇരുന്നുകൊണ്ട് മലയാളികൾ ചെയ്തൊരാപത്ത് നോക്കാം. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി. 25 വയസ്സിൽ അന്ന് 1970 ശ്രീ പിണറായി വിജയൻ MLA ആയ ആ ഒരു റെക്കോർഡ് ഇന്നും ഇതുവരെ ആരും ഖണ്ഡിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്രയും അതിലും പ്രായം കുറഞ്ഞൊരു MLA അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ളൊരു MLA അതിനുശേഷം ഇതുവരെ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഞാനതങ്ങനെ നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷനാണ്. അത്രയും പ്രായം കുറഞ്ഞ ഒരു MLA താങ്കൾ അന്ന് 1970 ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ താങ്കൾക്ക് ആ ഒരു ക്രെഡിറ്റും കൂടെ ഉണ്ട്. ക്രെഡിറ്റ് ഒന്നുമല്ല, പ്രായം കുറഞ്ഞ MLA 1970 പിണറായി വിജയനാണ് എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈ 10, 22, 23, 24 വയസ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ താഴെയൊന്നും ആരും വന്നില്ല എന്നുണ്ടെങ്കിൽ യങ് ജനറേഷനെ, യങ് പൊളിറ്റീഷ്യൻസിനെ നിങ്ങളാരും പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഉളുപ്പില്ലായ്മ, ആ പച്ചപ്പരമാർത്ഥം സത്യമാണ് ഇവിടെ പൊളിഞ്ഞു വീണത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, ഇവിടുത്തെ എന്താ പറയുക, യങ് പൊളിറ്റീഷ്യൻസായിട്ട് വരുന്ന കോളേജ് കലാലയ രാഷ്ട്രീയത്തിലൂടെയൊക്കെ വളരാൻ ആഗ്രഹിക്കുന്ന, രാഷ്ട്രീയ മുന്നോട്ട് ജീവിതത്തിൽ നാടിന് വേണ്ടി ഞാൻ സ്വയം ഇതാ എന്ന് പറഞ്ഞു വരുന്ന ആളുകൾക്ക് നിങ്ങൾ എന്ത് പ്രയോറിറ്റി കൊടുത്തത്? ഈ ഒരൊറ്റ കാര്യം, ഇതൊരു ക്രെഡിറ്റ് ആയിട്ടൊന്നും അല്ലെങ്കിൽ എൻ്റെ റെക്കോർഡ് തകർന്നില്ല എന്നൊന്നും പറഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈവൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ പോലും, ഇപ്രാവശ്യത്തെ ഇലക്ഷൻസിനാണെങ്കിൽ പോലും SFIയിലുള്ള ആർക്കെങ്കിലും സീറ്റ് കിട്ടിയിട്ടുണ്ടോ? എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. അതോ ഞാൻ കാണാതെ പോയതാണോ എന്നറിയില്ല. എൻ്റെ അറിവിൽ കിട്ടിയതായിട്ട് എനിക്ക് അറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവരൊക്കെ വർത്തമാനത്തിൽ മാത്രം യുവത്വത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. യങ് ജനറേഷൻ വരണം രാഷ്ട്രീയത്തിൽ. ഈ കിളവന്മാരിറങ്ങിപ്പോണ്ടേ. ഈ 75, 80 വയസ്സുള്ള വീൽ ചെയറിൽ പോണ ഈ ടീംസ് ഇവരെ കാലഘട്ടത്തിൽ ഇവർ ചിന്തിക്കുന്നതും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇവരെ ചിന്ത അതിനൊപ്പം എത്തില്ല. നമുക്ക് കുറച്ചും കൂടി ബെറ്റർ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ കിട്ടണം കേരളത്തിൽ എന്നുണ്ടെങ്കിൽ യങ് ആയിട്ടുള്ള ബ്രെയിൻസ് വരണം. എന്നാലേ ഡെവലപ്മെൻറ്റും നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മളെ നാടിന് ഇപ്പം എന്താണ് ആവശ്യം എന്നുള്ളതിന് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ വയസ്സന്മാരിരുന്നിട്ട് ഒരു കാര്യമല്ല. ഇതൊരു അച്ചീവ്മെൻ്റ് ഒന്നും ആയിട്ട് ആരും എടുക്കൊന്നും വേണ്ട. പിണറായി വിജയൻ അന്ന് ആ ഇട്ട 24ാമത്തെ വയസ്സിലായ MLA പിന്നെ ആരും 24ാമത്തെ വയസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ തകർച്ചയാണത്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ ഈ വൃദ്ധന്മാരുടെ എന്താ പറയുക ഒരുമാതിരി അതോറിറ്റി ഉണ്ടല്ലോ, അതാണ് കാണിക്കുന്നത് എല്ലാ പാർട്ടിയിലും. അത്രേ ഉള്ളൂ. കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വൃദ്ധസദനത്തിൽ പൂട്ടിയിട്ട് എന്തോ ഒരു ഐറ്റമായിട്ട് ഇരിക്കുകയാണ് ഇപ്പോഴും. അതൊന്നും പുറത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല. ഈ വയസ്സന്മാരെ കയ്യിൽ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ് ഈ സാധനം. യങ് ജനറേഷൻ ഇവർ എന്നിട്ട് ഇങ്ങനെ മൂട്ടി വിടും. ഇവർ തിരിക്കുന്നതിൻ്റെ ഒപ്പം പോകുന്ന പാവകൾ. ഇത് എല്ലാ പാർട്ടിയിലെ ഈ വയസ്സന്മാർ എല്ലാവരും കൂടി ചേർന്നെടുത്തൊരു കാൽക്കുലേറ്റഡ് മൂവ് ആണോ എന്ന് വരെ സംശയമുണ്ട്. അതൊരു ക്രെഡിറ്റായിട്ട് പറയുമ്പോൾ അതിരുന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഒരവസ്ഥ.
യാത്രാ സമയം എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടർ അല്ലേ, ഈ യാത്രാ സമയം കുറയ്ക്കുക എന്നുള്ളത്? കാരണം നമ്മുടെ നാട്ടിൽ ഒത്തിരി ടൂറിസം സാധ്യതകളുള്ള ടൂറിസ്റ്റുകൾ ധാരാളം വരുന്ന സ്ഥലമല്ലേ. അപ്പോൾ ഈ യാത്രാ സമയം കുറഞ്ഞാലല്ലേ നമുക്ക് കൂടുതൽ സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് പോകാനൊക്കെ സാധിക്കുകയുള്ളൂ? അതിനാണല്ലോ ഞങ്ങൾ ഒരു പദ്ധതി ഇട്ടിരുന്നത്. കേരയിൽ നല്ല വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റും. ഒരു 4 മണിക്കൂർ സമയം കൊണ്ട് തിരുവനന്തപുരം കണ്ണൂർ കണക്ഷൻ വരും. അതിൽ എറണാകുളത്തൊക്കെ ഉള്ള ആളുകൾക്ക്, എറണാകുളത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് ജോലി ചെയ്തിട്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റും. തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ആൾക്ക് എറണാകുളം ആണെങ്കിൽ ജോലി ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വരാം. 1-2 മണിക്കൂർ എടുക്കും. അപ്പോൾ അതൊരു വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഓക്കെ. അത് പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ വേണ്ട എന്ന നിലപാട് കേരളത്തിലെ പ്രതിപക്ഷം എടുത്തു. അങ്ങനെ വന്നപ്പോൾ സാധാരണഗതി അനുമതി തരേണ്ട കേന്ദ്ര ഗവൺമെൻറ് അതിനോടൊപ്പം നിന്ന് അനുമതി നൽകിയില്ല. കേരളം എന്ന് പറയുന്ന ഒരു ഇട്ടാവട്ടത്തിൽ കേരയിൽ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നൊരു എൻവിയോൺമെൻ്റൽ ഇമ്പാക്റ്റ് ഉണ്ട്. അത് മനസ്സിലാക്കിയ കേന്ദ്രവും ഓപ്പോസിറ്റ് പാർട്ടിയാണ് സീരിയസ്ലി പറഞ്ഞാൽ ഇതിനകത്ത് അവർ ഇടങ്കോലിട്ട് നിന്നത്. ഞാൻ പറയുമ്പോൾ ഒരു പരിധി വരെ അത് നല്ലതിനാണ്. കാരണം ഈ കേരളത്തിൻ്റെ ഒരു നമ്മുടെ ടെറൈനിന് കേരയിൽ പോലത്തെ ഒരു പ്രൊജക്റ്റ് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ ഉള്ള റോഡുകളൊന്ന് ഇമ്പ്രൂവ് ചെയ്യുക. ഓൾറെഡി ഇമ്പ്രൂവ് ആവുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഈ 10 വർഷത്തിൻ്റെ ഭരണത്തിൻ്റെ ഇടയിൽ അമേരിക്കയും യൂറോപ്പും ആയില്ലെങ്കിലും കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഐ ആക്സെപ്റ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ റെയിലിൽ ഇപ്പോൾ വന്ദേ ഭാരത് വന്നു. അങ്ങനെ റെയിലും കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആയി. നമുക്ക് കുറച്ചും കൂടിയൊക്കെ ട്രെയിനുകളും കണക്ഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ മതി. വെൽ ആൻഡ് ഗുഡ്, ഇനഫാണ്. പിന്നെ മേജർ സിറ്റീസിന് മെട്രോസ് ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ യൂസ് ചെയ്യാത്ത വേറെ സാധനമുണ്ട്, നമ്മുടെ വാട്ടർ കണക്ടിവിറ്റി. നമ്മൾ ഒട്ടും യൂസ് ചെയ്യുന്നില്ല. മാറി മാറി വരുന്ന ഒരു ഗവൺമെൻറ്റും ഒരു രാഷ്ട്രീയക്കാരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ടൂറിസവും ഡെവലപ്പാവും, സാധാരണക്കാരുടെ യാത്രാക്ലേശവും തീരും. അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റിയ ഒരു സെക്ടറാണ് അതൊക്കെ. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, കുറച്ചും കൂടി യങ് ആയിട്ടുള്ള ആളുകൾ വരണം. അവർ നേതൃത്വത്തിൽ വന്ന് അവർ മന്ത്രിയായി, മനസ്സിലായോ, അവരൊക്കെ MLA MP ഒക്കെ ആയി അവരുടെ കയ്യിൽ പവർ പൊസിഷൻസ്, കീ പൊസിഷൻസിൽ അവരൊക്കെ വരണം. അപ്പോൾ അങ്ങനത്തെ ചിന്തകളൊക്കെ വരും. നാട് നന്നാക്കണം, ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം, വേറെ രാജ്യങ്ങളിൽ കണ്ടത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റൂ, അങ്ങനെ ചിന്തിച്ച് കൊണ്ടുവരണം. ഇത് മറ്റേ JCBൻ്റെ തുമ്പിക്കായി മാതിരി ഇങ്ങനെ കോരി ഇങ്ങോട്ട് പാർട്ടി ഫണ്ടിലേക്ക് ഇടും, ഇങ്ങനെ കോരി സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടും, അതിന് കുറച്ചൊക്കെ എടുത്ത് ഇങ്ങനെ നാട്ടിലേക്ക് കൊടുക്കും. ഇങ്ങനെ ചെയ്തിട്ട് എന്ത് കാര്യം? ഞാൻ പറയുമ്പോൾ യങ് ജനറേഷനാണ് കുറച്ചും കൂടി നാടിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. ഇവർക്കൊക്കെ അധികാരമോഹം മാത്രമാണ്. ഒരു സിംഹം ഇരുന്ന് കരയുന്നത് കണ്ടല്ലോ നമ്മൾ. പൊരിഞ്ഞ കരച്ചിലായിരുന്നു സിംഹം. സീറ്റ് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ സൈഡാവും ചെയ്തു. അതുപോലെ എല്ലാ പാർട്ടിയിലും ഉണ്ട് ഓരോന്ന്. അതുപോലെ ലൈറ്റാണ് ഈ ചങ്ങായി. പദ്ധതികളിലുള്ള യോജിച്ച പ്രവർത്തനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ഇപ്പോൾ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ ആ റോഡിലൂടെ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതുകൂടി ആ ഘട്ടത്തിൽ ചെയ്യാൻ സാധിക്കണം. ഇപ്പോൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ പൈപ്പ് ഉണ്ടാവും, ചില ഘട്ടത്തിൽ ടെലിഫോണിൻ്റെ ലൈൻ ഇതിന് അകത്തോടി പോകുന്നുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നീട് വെട്ടിപ്പൊളിക്കുന്നതിന് പകരം ആദ്യമേ തന്നെ അത് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ അങ്ങനെയൊരു കോർഡിനേഷൻ ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. അത് കൊണ്ടുവരാൻ ഞങ്ങൾ നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു പരിധിയോളം മാറിയിട്ടുണ്ട്, പൂർണ്ണമായി മാറിയിട്ടില്ല. പക്ഷെ അത് മാറേണ്ടതുണ്ട്. മാറി ഒരു മേഖലയിൽ വികസനം വരുമ്പോൾ, റോഡ് വികസനം വരുമ്പോൾ അതിൻ്റെ ഭാഗമായി അവിടെ എന്തൊക്കെ വരാനുണ്ടോ അതിനുള്ള സൗകര്യങ്ങൾ കൂടി അപ്പോൾ ഒരുക്കുന്നത് നന്നാവുമെന്ന് തന്നെയാണ് കാണുന്നത്. ഈ പറഞ്ഞ കാര്യം എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോഴും നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു റോഡ് നല്ല രീതിയിൽ അതെന്ത് ചെയ്യും, ഒന്നിനെ പാച്ച് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് റീവർക്ക് ചെയ്ത് നല്ല ടാറിട്ടിരിക്കുമ്പോഴും PWD വന്ന് കുത്തിപ്പൊളിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അപ്പുറത്ത് ഗ്യാസ്, ഇപ്പുറത്ത് ടെലിഫോൺ, ഇലക്ട്രിസിറ്റി, ഇതിങ്ങനെ വന്ന് നന്നായിട്ടുണ്ടാക്കും, പൊളിക്കും. അത് ഈ പൊളിച്ച് നന്നാക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ഇത് പുതിയ റോഡ് വരികയാണെങ്കിൽ അതിന് മുമ്പേ ഒക്കെ ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ
നന്നായിട്ട് ഒരു റോഡ് ടാർ ചെയ്ത് കാണുമ്പോൾ മാത്രം കുത്തിക്കഴപ്പിൽ വന്നൊരു പൊളിച്ചിടുന്ന കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിക്കണം എന്നുള്ള ഒരു 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 സംഗതി 10 വർഷമായിട്ട് നിങ്ങൾക്കിപ്പോഴും അതെന്തോ ഒരു കിട്ടാക്കനി പോലെ അല്ലെങ്കിൽ നടക്കാത്ത പരിപാടി പോലെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഷോസ് യുവർ ഫെയിലിയർ ഗൈസ്. ഇവിടെ മാറി മാറി ഭരിക്കുന്ന ഇപ്പം ഇയാളുടെ പാർട്ടിയിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഈ ഒരു ഗവൺമെൻറ്റിൽ നിന്ന് മാത്രമല്ല, ഇതിന് മുന്നേ ഭരിച്ചവരും എല്ലാവരും ഡിപ്പാർട്ട്മെൻറ്റുകളും അതിൽ വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അവരെ കൃത്യമായി പണിയെടുപ്പിക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ വോട്ട് തന്ന് നാട്ടുകാർ ജയിപ്പിച്ചു വിടുന്നത്. ഇത് എൻഡ് ഓഫ് ദ ഡേ വീണ്ടും ഈ ഉദ്യോഗസ്ഥ ലോബിയുടെ കയ്യിൽ പോയിരിക്കുന്ന പരിപാടിയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെയാന്നൊക്കെ ഒരു മുഖ്യമന്ത്രി 10 വർഷം ഭരിച്ചിട്ട് വന്നിരുന്ന് പറയണം. ഭരിക്കുക, ലിറ്ററലി ഭരിച്ചിട്ടാണ് ഈ വന്നിരുന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റുകൾ അങ്ങനത്തെ ഒരു ഏകോപനം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ നിങ്ങൾ തട്ട്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ എടുക്ക്, പണിഷ് ചെയ്യവരെ. അതല്ലേ ചെയ്യേണ്ടത് ഒരു ഗവൺമെൻറ്. ഈ റോഡ് ഇങ്ങനെ പറയാൻ പെർഫെക്റ്റ് എക്സാമ്പിളാണ്. പക്ഷെ ഇത് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടാണ് ഈ ഭയങ്കര അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കാണുന്നില്ലേ, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എന്നും കാണുന്നില്ലേ, ഒരു ദിവസം റോഡ് നന്നാക്കിയാൽ പിറ്റേ ദിവസം അവിടെ വന്ന് കുഴിച്ചിട്ടുണ്ടാവും. അതെന്തോ ഒരു ഓട്ടോമാറ്റിക് സാധനം പോലെ, അല്ലെങ്കിൽ ഒരു ബാധ കയറിയ പോലെയാണ്. ഇത് ചെയ്തിരിക്കും വരും. അപ്പോൾ അതിന്ന് മാറ്റം വന്നിട്ടില്ല എന്ന് ഇപ്പോഴും മുഖ്യമന്ത്രി ഒന്നും പറയാം, മാറ്റാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. ആരാ പൊട്ടൻ? നമ്മളാ? കൊള്ളാം. ലാലേട്ടനായിട്ടുള്ള ഇൻ്റർവ്യൂ, അതേപോലെ തന്നെ മമ്മൂട്ടി വയനാട്ട് സന്ദർശിക്കുന്നു, അതേപോലെ തന്നെ മറ്റ് പലരും താങ്കളെ പേരെടുത്ത് പറഞ്ഞ് വിജയാശംസ നേരുന്നു, പല സിനിമ നടന്മാരും, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. അതൊക്കെ ശരിക്കും ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് അല്ലേ? അങ്ങനെയുള്ള ആൾക്കാരൊക്കെ താങ്കളുടെ ഭാഗത്തോട്ട് അങ്ങനെ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്കും അതൊക്കെ ആ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയല്ലേ? സിനിമാ രംഗത്തുള്ള ആളുകളായാലും സാധാരണ എല്ലാവരുമായിട്ടും ബന്ധപ്പെടുന്നവരാണല്ലോ. അങ്ങനെയുള്ള ബന്ധം ഞങ്ങൾ തമ്മിലുള്ളവരാണ് ആ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. അത് പലരുമായിട്ടും നല്ല സ്നേഹബന്ധം എനിക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതികരണമാണ് വരുന്നത്. കുറെയൊക്കെ സ്നേഹം കൊണ്ടും പാർട്ടി പരമായിട്ടുള്ള ബന്ധങ്ങളാണെങ്കിൽ ചിലതൊക്കെ PR ആണ്. ലാലേട്ടനെ ഞാൻ നേരത്തെ കണക്ക് പറഞ്ഞല്ലോ. അല്ലാതെ സ്നേഹം മൂത്തിട്ടോ അല്ലെങ്കിൽ പിണറായി വിജയനോടുള്ള ആരാധന മൂത്തിട്ടോ അല്ലെങ്കിൽ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടോ അതൊന്നും അല്ല. PR വർക്കിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇവിടുത്തെ സിനിമാ നടന്മാരെയും നടിമാരെയാണ്. അവർക്കാണല്ലോ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ വിസിബിലിറ്റി കൂടിയത്. ഇപ്പം അതിലേക്ക് കുറേ യൂട്യൂബേഴ്സും കൂടി ആഡായി, അല്ലെങ്കിൽ കുറേ ഇൻഫ്ലുവൻസേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആഡായി. അതുകൊണ്ട് അവർക്കും ഇതേപോലെ സുജിത് ഭക്തനെ പോലുള്ളവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നു, അതിന് കുറേ വിസിബിലിറ്റി ഉണ്ടാക്കുന്നു. PR ഗെയിം. അതിനുപരി ഈ പറഞ്ഞ പിണറായി വിജയനോട് അതിയായ സ്നേഹം മൂത്തിട്ട് ഒരാൾ ഇത് ചെയ്യുന്നതൊക്കെ ഏതെങ്കിലും സെലിബ്രിറ്റി ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ പാർട്ടി അടിമകൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അല്ല ജെന്യുവിനായിട്ട് എനിക്ക് തോന്നുന്നില്ലടേ. താങ്കൾക്ക് ധാരാളം വെളിപ്പേരുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ, കേട്ടിട്ടുണ്ടോ? ഇല്ല പറയണോ? അതെ, രസകരമായ പേരുകളാണ് പലതും. ജൂനിയർ മാൻഡ്രേക്ക് എന്ന് വിളിക്കാറുണ്ട്, പിന്നെ കാരണഭൂതൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ ധാരാളം വെളിപ്പേരുകൾ സോഷ്യൽ മീഡിയ താങ്കൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുമോ, അതോ അതൊക്കെ രസകരമായിട്ട് ചിരിച്ച് തള്ളി കളയുമോ? അങ്ങനെയൊക്കെ അതിന്റെ മേലെ ദേഷ്യം കൊണ്ട് കാര്യമില്ല, അങ്ങനെ ഞാൻ കാണാറില്ല. ഓക്കെ, ഈ പ്രൊഫഷണൽ ഏജൻസി അവർക്ക് അറിയാത്ത ആളെക്കുറിച്ച് അവർ സങ്കല്പത്തിലുള്ള കഥകൾ മെനയാണ്. അങ്ങനെ കഥകൾ മെനയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി നടക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഉദ്ദേശം ആളെ എകഴ്ത്തി കാണിക്കലാണ്. അതിന് നല്ലതുപോലെ ഇരയായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അത്തരം ആക്രമണങ്ങൾ പുത്തരിയല്ല, പുതുതായിട്ടുള്ളതല്ല. രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അടിയന്തരാവസ്ഥ കാലം മുതൽ എല്ലാ കാലത്തും അങ്ങനെ ഒരു ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ വസ്തുത. ഇതൊരു PR ഏജൻസിൻ്റെ പരിപാടിയല്ല മിസ്റ്റർ പിണറായി വിജയൻ. എന്താണെങ്കിലും ബൈ ദ വേ സുജിത് ഭക്തൻ നൈസായിട്ട് ആ സാധനം ഇട്ട് നന്നായി. അത് ഇങ്ങനെ കേൾക്കാണ്ടൊന്നും ആയിരിക്കില്ലടേ. മാൻഡ്രേക്ക്, കാരണഭൂതൻ, ഭൂതം, ഈ സംഗതിയൊക്കെ ഇവിടുത്തെ PR ഏജൻസി തള്ളിവിട്ട ഐറ്റങ്ങളൊന്നുമല്ല. അതൊക്കെ ഒരു മോസ്റ്റ് മെജോറിറ്റി ഈ നാട്ടിലെ ജനങ്ങൾ, മലയാളികൾ പല കാര്യങ്ങളും കണ്ടും നിങ്ങളെ പ്രവർത്തികൾ ഓഡിറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ സാധനങ്ങൾ വെച്ച് തന്നുള്ളത്. മനസ്സിലായോ? അത് എല്ലാം എന്ത് കിട്ടിയാലും ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ PR ഇതിൻ്റെ തലയിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പിന്നെ നൈസായിട്ടാണ് സ്കിപ്പ് ആവാമല്ലോ.
നാട്ടുകാർ കണ്ട് സഹിച്ച് മടുത്താണ് കാരണഭൂതൻ ജൂനിയർ മാൻഡ്രേക്ക് എന്നൊക്കെ പേരിട്ടത്. മനസ്സിലായോ? പിന്നെ സഹിച്ചല്ലേ പറ്റൂ. അല്ലാതെ നാട്ടുകാരെ കയറിയിട്ടിപ്പോൾ എല്ലാവരോടും വീട്ടിൽ പോയി പറഞ്ഞോ കടക്ക് പുറത്ത് ചെറ്റ വർത്താനെന്നൊക്കെ പറയാൻ പറ്റൂ? ഒരു പരിധി കഴിഞ്ഞാൽ നാട്ടുകാർ ആരോ ആലോചിക്കുന്നത് കേൾക്കേണ്ടി വരും. അടിമകളോടാവാം, ബാക്കിയുള്ളവരോട് ആയിക്കൂടല്ലോ. അപ്പം പിന്നെ സൈക്യം തന്നെ. മനസ്സിലായോ? മൂപ്പര് നിങ്ങൾ മറ്റേ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടേ സ്വന്തം ഭരണകാലത്ത് സോഷ്യൽ മീഡിയയിൽ പിണറായി വിജയനെക്കുറിച്ച് വന്ന പോസ്റ്റുകളും അതിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ ഒന്ന് എടുത്ത് വായിച്ച് നോക്കിയാൽ നന്നായിരിക്കും. വയസ്സാം കാലത്ത് സമാധാനം പോകാൻ മാത്രം മതിയായിരിക്കും. അത്രയും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്. താങ്കൾ പണ്ട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് വലിയൊരു വിവാദമായിരുന്നു. അത് പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ താങ്കളെ അറ്റാക്ക് ചെയ്തിട്ടില്ലേ, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്? അപ്പം പലപ്പോഴും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, പുള്ളി കടക്ക് പുറത്തെന്ന് പറയത്തില്ലല്ലോ അല്ലേ എന്നൊക്കെ അങ്ങനെ പലരും രസകരമായിട്ടും ഈ പറഞ്ഞ പോലെ കളിയാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. അതിൻ്റെ സന്ദർഭമാണല്ലോ പ്രധാനം. അതെ, സന്ദർഭം ക്ഷണിക്കാത്തൊരിടത്ത് ഒരു കൂട്ടർ എത്തിപ്പെടുകയാണ്. അവരെ ക്ഷണിച്ച കാര്യമല്ല, അവർ വരേണ്ട കാര്യമില്ല. കാരണം ഒരു സംഭാഷണം നടക്കുന്നതാണ്. ആ സംഭാഷണത്തിന് മീഡിയയുടെ പ്രസൻസേ ഉണ്ടാകേണ്ടതില്ല. അപ്പോൾ ഞാനെത്തുമ്പോൾ ഇവരെല്ലാവരും ആ മുറിയിൽ ക്യാമ്പടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ദയവായി ഒന്ന് പുറത്തേക്ക് വരുമോ എന്നല്ല ചോദിച്ചത്. സാധാരണഗതിയിൽ കടക്ക് പുറത്ത് എന്ന് പറയും. അതൊരു കണ്ണൂർ ഭാഷയാണോ? അത് സാധാരണ പറയുന്നൊരു കാര്യമല്ലേ. പുറത്ത് കിടക്കുന്നു പറയും, കടക്ക് പുറത്ത് എന്ന് പറയും. അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ലേ. ഇത് എങ്ങനെ പറഞ്ഞു എന്ത് സിറ്റുവേഷൻ എന്നല്ല, ഒരു സിറ്റുവേഷനിൽ കാര്യങ്ങൾ വളരെ നീറ്റായിട്ടും ക്രിസ്പായിട്ടും ഡീസൻ്റായിട്ടും ഡീൽ ചെയ്യുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. എസ്പെഷ്യലി ഒരു സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്ററായിട്ടിരിക്കുന്ന സമയത്ത് ബോഡി ലാംഗ്വേജ്, അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി, ദീസ് ഓൾ തിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. കടക്ക് പുറത്തെന്ന് പറഞ്ഞത് ഏത് ബോഡി ലാംഗ്വേജിലാണ്, ഏത് ടോണിലാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. മീഡിയയാണ്, അവർ സിറ്റുവേഷൻ നോക്കില്ല, അവരൊന്നും നോക്കില്ല, അവർ ഇടിച്ച് കയറി വരും. ദാറ്റ്സ് ഹാപ്പനിങ് ഫ്രം എ ലോങ് ടൈം. അതിന് മാറാനും പോകുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഒരു കൂൾ ഹെഡായിട്ട് എങ്ങനെ ഇരിക്കണം എന്നുള്ളതൊക്കെയാണ് ഇയാൾ പലപ്പോഴായിട്ട് മറന്നു പോയിട്ടുള്ള കാര്യം. ഇന്നലെ എന്താ സംഭവിച്ചത്? ഇയാളുടെ പാർട്ടി പരിപാടിക്കിടയിൽ പ്രചരണ ജാഥയ്ക്ക് എന്തോ ഒരു പരിപാടി, പാർട്ടി പ്രചരണം തന്നെയാണ്. അപ്പോൾ ആ ടൈമിൽ സംസാരിക്കുകയാണ്. ഇയാളുടെ പാർട്ടിയിൽ തന്നെ പെട്ട ഒരു മനുഷ്യൻ, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, അങ്ങേര് ചോദിച്ചപ്പോഴത്തേക്ക് എന്തിനാണ് വീട്ടിൽ പോയി ചോദിക്കുന്നുള്ള ഡയലോഗ് അടിച്ചതെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്താ? ഇതിനൊരു മെഴുകലെന്ന് വന്നിട്ടുണ്ട്. പ്രസംഗിക്കുന്നതിനിടയിലാണോ ഒരാൾ, അതൊരു പത്രസമ്മേളനമാണെങ്കിൽ ചോദ്യങ്ങൾ എടുക്കാം. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിനിസ്റ്റർ ഇവിടെ ഭരിച്ചിരുന്ന സമയത്ത്, അയാൾ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇതേപോലൊരു വേദിയിലിരുന്ന് സംസാരിച്ച സമയത്ത് നാട്ടുകാരിൽ പലതും വിളിച്ച് കമൻസ് പറഞ്ഞ ടൈമിൽ ചിരിച്ച് അതെങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി മലയാളി കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴായിട്ട് പറയുന്ന ഈ കർമ്മ ഹിറ്റ് ബാക്സ് വെരി ബാഡ്ലി എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സിറ്റുവേഷനും ഇഞ്ച് ബൈ ഇഞ്ച് ഫ്രെയിമും ഒരു വ്യത്യാസവുമില്ല. എല്ലാം തിരിച്ച് കിട്ടുകയാണ് ഞങ്ങൾക്ക്. ഓരോന്നും അട്ടി വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുക. എന്താണെങ്കിൽ ഇന്നലത്തെ ഐറ്റം ഒന്ന് നമുക്ക് പോയി വെക്കാം. എന്നിട്ട് ആ ചോദ്യം ചോദിക്കാൻ പുറപ്പെട്ട ചങ്ങായിക്ക് ഇനി എന്താ പറയാനുള്ളത് നോക്കാം. അതൊരടിമയാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. ആ ആവശ്യം നിറവേറ്റുന്നതിന് നമ്മുടെ കയ്യിൽ വേണ്ടത്ര കാശില്ല. എന്താണ് പ്രശ്നം? സാറേ ഒരു ചോദ്യം എന്നല്ലേ, അക്ഷരം മാറിയിട്ടൊന്നുമില്ലല്ലോ ആ ചങ്ങായി ചോദിച്ചത്. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെ പറയാൻ. അക്ഷരം മാറിയിട്ടാണെങ്കിൽ ഈ ഡയലോഗ് അടിക്കുന്നതിന് കുഴപ്പമില്ല. സ്റ്റേറ്റിൻ്റെ ഹെഡാണ്, അയാളാണ് ഈ പറയുന്നത്. അതും അയാളുടെ പാർട്ടിയിൽ തന്നെ പെട്ട അയാളുടെ ഒരണിയോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. എന്ത് ഉളുപ്പില്ലാത്ത ചങ്ങായിടും. എന്താ പറയുക, ഇയാളുടെ ഒന്നും കൂടുതൽ പറഞ്ഞ് നന്നാക്കാനൊന്നും പറ്റില്ല. എന്തായാലും ഇത്ര വയസ്സായി, അപ്പം ഇനി നന്നാവുന്നൊന്നും തോന്നണില്ല. ഏറ്റവും നല്ല പരിപാടി ഇതിനൊന്നും വോട്ട് കൊടുക്കാതെ ഇനിയും ജയിപ്പിക്കാതെ ഇതിനൊക്കെ സൈഡാക്കി വിട്ടുള്ളതാണ്. അതൊന്നും
നമ്മൾ ചിന്തിക്കുന്നില്ല. ഇത്രയും വയസ്സ്, ഞാൻ പറയുമ്പോൾ ഇത്രയും വയസ്സായുള്ള ആൾക്കാരെ നിങ്ങൾ കാൻഡിഡേറ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ ആ വഴിക്ക് നോക്കരുത്. മനസ്സിലായോ? എക്സ്പീരിയൻസ് കാണുമായിരിക്കും. എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സ് കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വേണ്ടിയിട്ടും പാർട്ടിയിലെ അണികൾക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയിട്ടും സൈലൻ്റായിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ബാക്കെൻഡിൽ ഇരുന്നിട്ട് അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അത് അവർക്ക് നോളജ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഇനിയും കടിച്ചു പിടിച്ചിരുന്ന് ഈ വിഴുപ്പ് ഇനിയും മലയാളികൾ ചുമക്കണോ? ഈ വയസ്സാം കാലത്തുള്ള ഈ ചെന്നിക്കുത്തും ഈ വർത്താനവും ഈ ഡയലോഗുടിയൊക്കെ എന്തിനെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് ഉമ്മൻചാണ്ടീൻ്റെ ഇൻസിഡൻറ്റ് ഒന്ന് പോയേക്കാം. ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് 10% വീതം കൂട്ടുക UDFന്റെ മദ്യനയം അനുസരിച്ച് 2 കൊല്ലത്തെ കൂട്ടിക്കഴിഞ്ഞു. അത് കൂട്ടുവോ? ഇതൊക്കെ ഉമ്മൻചാണ്ടി ചിരിച്ചു തള്ളി. ഈവൻ പിണറായി വിജയന് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഞാനൊന്ന് പ്രസംഗിച്ച് തീർന്നിട്ട് ചോദ്യം ചോദിച്ചോളൂ, ഉത്തരം പറയും. മാന്യമായിട്ട് ഇത് പറഞ്ഞു നിർത്താവുന്നതേ ഉള്ളൂ. അതിനു പകരം വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, സഖാവിൻ്റെ പ്രായം നോക്കിയിട്ട് മാത്രമായിരിക്കും ആളുകൾ പലതിനും റിയാക്ട് ചെയ്യാതിരിക്കുന്നത്. മനസ്സിലായോ? ഇല്ലെങ്കിൽ വേറെ പലതുമായിരിക്കും നടക്കാൻ പോണതും നടന്നിട്ടുണ്ടാവുന്നത്. ഇനി ഇതിനെ വന്ന് മെഴുകിയത് കേട്ടോ. സമനില തെറ്റുന്ന ആർക്കാണെന്ന് നല്ലോണം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആളുകൾ. എനിക്ക് സമനില തെറ്റേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ നമ്മൾ ഓരോ കാര്യത്തിലും പാലിക്കുന്ന മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കാതിരുന്നാൽ പ്രതികരണം സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് വരും. അത്രയേ ഉള്ളൂ. അല്ല, അത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയല്ലോ, നിരാശരായല്ലോ. അതല്ല, എനക്കറിയാതൊക്കെ. അത് അവിടെ ആരെങ്കിലും എന്നെ എതിർക്കാൻ വേണ്ടിയോ LDFനെ എതിർക്കാൻ വേണ്ടിയോ വന്നതല്ല. ചില ഘട്ടത്തിൽ ചില പ്രത്യേക ആവേശക്കാരുണ്ടാവില്ലോ, പലതരത്തിലാണല്ലോ ആവേശം വരിക. ആ ആവേശത്തിന്റെ ഭാഗമായി ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെ അല്ല, നിങ്ങൾ ഞാനറിയാതെ അങ്ങനെ ചോദ്യം ചോദിക്കാനല്ലോ പത്രസമ്മേളനമല്ലോ പൊതുയോഗം എന്ന് പറഞ്ഞാൽ. ഈ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പത്രസമ്മേളനം ആയതുകൊണ്ടല്ലേ. നിങ്ങളെല്ലാവരും വന്ന് എൻ്റെ പൊതുയോഗത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് ചോദ്യം ചോദിക്കൂ. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി അത് തന്നെയായിരിക്കും. അത് സ്വാഭാവികമല്ലേ. പൊതുയോഗത്തിൻ്റെതായ മര്യാദയുണ്ട്. പൊതുയോഗത്തിൽ നമ്മൾ ഒരാൾ സംസാരിക്കാൻ ചെല്ലുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ ആരോ ആവട്ടെ സംസാരിക്കുന്നു. ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട, പോകണം. ഇഷ്ടമുള്ളവർ കേട്ടാൽ മതിയല്ലോ. അതല്ലേ അതിൻ്റെ രീതി. അത് കലക്കുന്നതിനോ ബഹളം വെക്കുന്നതിനോ എന്നുള്ള നടപടികൾ സ്വീകരിക്കാൻ പാടില്ല. ചില ആളുകൾ ആവേശക്കാരുണ്ടാവും, ചിലരങ്ങനെ ചോദിക്കുന്നുള്ളതൊക്കെ ഇയാൾക്ക് അറിയാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് സ്വന്തം ആവേശം മൂത്ത് നിൽക്കുന്ന ഒരാളോട് പറയുമ്പോൾ അതിൻ്റെ ഔചിത്യം എന്താ? നിങ്ങളുടെ ഔചിത്യത്തിനെ കുറിച്ചൊക്കെയാണല്ലോ ഇങ്ങനെ പറയുന്നത്. അതൊരു സാധാരണ അണിയാണ്. അയാൾക്ക് കുറേ ഈ പറഞ്ഞ പോലെ എക്സൈറ്റ്മെൻറ്റുകൾ ഉണ്ടാവും. മനസ്സിലായോ? പക്ഷെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇത്രയും കാലത്തിനുള്ളിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. എത്രയോ വേദികളുണ്ട്, എത്രയോ ആളുകളെ ഡീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് ഇത്രയും ഇമ്മച്വർ ആയിട്ടുള്ള ഒരു സംഗതി പുറത്തു വരുമ്പോൾ അത് ആളുകൾ ഓഡിറ്റ് ചെയ്യില്ലേ? അതോ തമ്പുരാൻ എന്തും ആവാന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എത്ര കാലം പോകാൻ പറ്റുള്ളൂ? കൊള്ളാം. ഇനിയിപ്പോൾ ഈ അടിമയ്ക്ക് പറയാനുള്ളത് നോക്കി, ഈ ചോദ്യം ചോദിക്കാൻ പോയ അടിമല്ലേ, ഇതും കേട്ട് മിണ്ടാതെ വന്നിരുന്ന് വീണ്ടും മെഴുകുന്നുണ്ട്. എൻ്റെ സ്ഥലം കോന്നി അട്ടച്ചാക്കൽ ഈസ്റ്റാണ്. അട്ടച്ചാക്കൽ ഈസ്റ്റാണ് ഞങ്ങളുടെ ബ്രാഞ്ച്. അതായത് CPMൻ്റെ ബ്രാഞ്ച് അട്ടച്ചാക്കൽ ഈസ്റ്റാണ്. അവിടെ ഒരു 25 വർഷം പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം എൻ്റെ ജോലി സംബന്ധമായിട്ട് ഞാൻ പോകേണ്ടതുകൊണ്ട് മെമ്പർഷിപ്പ് ഞാൻ പുതുക്കിയിട്ടില്ല. പിന്നെ പുതുക്കാൻ ഒട്ടും ശ്രമിച്ചിട്ടുമില്ല. എങ്കിലും പാർട്ടിയുടെ എല്ലാ പരിപാടിക്കും ഞാൻ പങ്കെടുക്കാറുണ്ട്. ഒന്നും വിഷമം തോന്നിയിട്ടില്ല. കാരണം തെറ്റെൻ്റെ ഭാഗത്താണ്. വിഷമം തോന്നേണ്ട കാര്യവുമില്ല. ചോദ്യം ഇതായിരുന്നു. കാരണം 10 വർഷം ഒരുപാട് വികസനങ്ങൾ ചെയ്തു. 20,000 കോടിയിൽ അപ്പുറം വികസനം ചെയ്തിരിക്കുകയാണ്. അടുത്ത 5 വർഷം തുടർ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ, കാരണം കിഫ്ബിയുടെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. അങ്ങനെ കേന്ദ്ര സർക്കാർ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. അപ്പോൾ മുന്നോട്ടുള്ള ഫണ്ട് എങ്ങനെ കണ്ടെത്തും? അതാണ് ഞാൻ ഉദ്ദേശിച്ച ചോദ്യം. അടുത്ത 5 വർഷം ഒരുപാട് വികസനങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരുപാട് വികസനങ്ങൾ ലക്ഷ്യമിടുന്ന ഒരു സർക്കാരാണ് ഈ വരാൻ പോകുന്നത്. അപ്പോൾ അതിന് ഫണ്ട് എങ്ങനെ കണ്ടെത്തും എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. സഖാവെ എന്ന് വിളിച്ചാണ് ചേട്ടൻ ചോദിച്ചത്. അതെ.
അത് ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു, തെറ്റാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇല്ല, ഞാൻ സ്റ്റേജിൻ്റെ ഫ്രണ്ട് കസാര ഇട്ടിരിക്കുകയായിരുന്നു. കസാര നിന്നിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ പ്രതികരണം എങ്ങനെയാണ്, അപ്പോൾ ഞാൻ മനസ്സിലാക്കി തെറ്റാണ് ഞാൻ ചെയ്തത്. അന്നേരം തന്നെ എനിക്ക് മനസ്സിലാക്കി. ഞാൻ ആ കസാരയിൽ നിന്ന് പൂർണ്ണമായി പ്രസംഗം കേട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വണ്ടിയാണ് പോയത്. വണ്ടിയിൽ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാർട്ടി അടിമയായതുകൊണ്ട് അടിമയ്ക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. തമ്പുരാൻ്റെ കയ്യിൽ നിന്ന്, പാർട്ടി തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആട്ടും തുപ്പലൊക്കെ ചെങ്ങായിക്ക് എന്തോ ട്രോഫി കിട്ടിയ പോലെയാണ്. അയാളാണ് തെറ്റുകാരൻ ഞാനാണെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് അവിടെ പോയി നിന്ന് കൊടുക്കുക. ടൂറിസം നല്ല രീതിയിൽ വികസിപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് കേരളത്തിൽ. വിവിധ പദ്ധതികൾ നമുക്ക് തയ്യാറാക്കാനും പറ്റും. ഇപ്പോൾ കോവളം മുതൽ ബേക്കൽ വരെയുള്ള ജലപാത, ആ ജലപാത നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് എടുക്കുന്ന കാലതാമസമുണ്ട്. ഇവിടെ ആ പദ്ധതി നല്ല നിലക്ക് പൂർത്തിയായി വന്നാൽ ടൂറിസ്റ്റുകൾക്കത് വലിയ ഹരമായിരിക്കും. കാരണം 600ഓളം കിലോമീറ്റർ ഒന്നിച്ച് ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റും. അത്രയും യാത്ര ചെയ്യാത്തവർക്ക് അതിൽ കുറച്ച് യാത്ര ചെയ്യാം. അപ്പോൾ ആ യാത്രയുടെ ഇടക്ക് ഇറങ്ങാനും താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ചില പരിപാടികൾ കാണാനും ഒക്കെ സാധിക്കും. അതൊരു പാക്കേജ് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. നാടൻ കലാരൂപങ്ങൾ, നാടൻ ഭക്ഷണം, നാടൻ തൊഴിലുകൾ ഇതൊക്കെ ആയിട്ട് അവർക്ക് പരിചയപ്പെടാൻ സാധിക്കും. വലിയ തോതിൽ ഹരം പകരുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പോൾ ബീച്ചുകളുടെ കാര്യം പറഞ്ഞു, നമുക്കും ബീച്ചുകൾ കുറവല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ബീച്ചുകളിൽ ഏറ്റവും ദീർഘമേറിയ മുഴപ്പിലങ്ങാട് ബീച്ചുണ്ട്. അതെ, അവിടെ KTDC പുതിയ ഹോട്ടൽ വന്നു അല്ലേ? ഹോട്ടൽ വന്നു. പക്ഷേ നമ്മളത് നല്ല രീതിയിൽ വികസിപ്പിക്കാൻ ഉള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വേഗത ഉണ്ടായിട്ടുണ്ടാവില്ല. എങ്കിലും അത് രാജ്യം ശ്രദ്ധിക്കുന്ന, ലോകം ശ്രദ്ധിക്കുന്ന ഒരു ബീച്ചാക്കി മാറ്റാൻ നമുക്ക് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു സജഷൻ പറയാനുണ്ട്. KTDCക്ക് കേരളത്തിൽ വളരെ പ്രൈം ലൊക്കേഷനുകളിൽ ധാരാളം റിസോർട്ടുകളും നല്ല നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട്. അത് പലതും കുറച്ച് പുവർലി മെയിൻറ്റൈൻഡ് ആയിട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. അത് കുറച്ചും കൂടെ നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് സ്വകാര്യ റിസോർട്ടുകളെക്കാട്ടിൽ ബെറ്ററായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സംഭവമാണ്. തീർച്ചയായും അത് മെച്ചപ്പെടണമെന്ന് തന്നെയാണ് ഞങ്ങളും കാണുന്നത്. ആരോടാ സുജിത് ഭക്തൻ പോയി ഇതൊക്കെ പറയുന്നത്? 10 വർഷം കിട്ടിയിട്ട് ഇപ്പോഴും മൂപ്പരിന്ന് തള്ളുന്നത് കണ്ടില്ലേ? ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരാമായിരുന്നു, അത് കൊണ്ടുവന്നാൽ നന്നായിരുന്നു. ഇവിടെ ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് സമയതാമസം എടുക്കും. ഇതൊക്കെ ആരാ ചെയ്യണ്ടേ? ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ പ്രൊജക്റ്റ് തീർക്കാനും അതിൻ്റെ ബെനിഫിറ്റ്സ് നാട്ടിൽ കൊടുക്കാനും 10 വർഷം വേറെ ഏത് ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുണ്ട്? ഇതുപോലെ നിങ്ങൾക്ക് കിട്ടിയ ഒരു ചാൻസ് വേറെ ആർക്ക് തന്നിട്ടുണ്ട്? മലയാളികൾ വീണ്ടും വന്നിരുന്ന് പറയുന്നതാണ്. പ്രൊജക്റ്റുകളൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ സമയമെടുക്കും. ഇതാണോ വന്നിരുന്ന് പറയേണ്ടത്? ടൂറിസം ഡെവലപ്മെൻറ്റ് ഓക്കെ, റിയാസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ വളരെ ഫ്ലോപ്പായിട്ട് പോയിട്ടുണ്ട്. ചിലതൊക്കെ PR ഗിമിക്കായിട്ട് നടന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അത്യാവശ്യം ഓക്കെ എന്ന് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ നിന്നാൽ പോരല്ലോ, പുതിയ പ്രൊജക്റ്റുകൾ വേണ്ടേ? ഉണ്ടായിരുന്ന പാലം പെയിൻ്റ് അടിക്കലും, ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യലും, അതല്ല വേണ്ടേ? പുതിയ കോൺസെപ്റ്റുകൾ, പുതിയ അഡാപ്റ്റേഷൻസ്. ടൂറിസ്റ്റുകൾ വന്നാലും അല്ലെങ്കിൽ നമ്മൾ തന്നെ ടൂറിസ്റ്റായിട്ട് പോകുന്ന സമയത്തോ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഓരോ പെന്നി സ്പെൻഡ് ചെയ്യുന്നതിന് വേർത്തായിട്ടുള്ള രീതിയിലുള്ള ഡെവലപ്മെൻറ്റുകൾ വരണ്ടേ? അതിൽ ഫോക്കസ് ചെയ്യണ്ടേ? അവിടെയാണ് ഞാൻ പറഞ്ഞത് യങ് ബ്ലഡ്സ് വേണം രാഷ്ട്രീയത്തിൽ. അല്ലെങ്കിൽ ഇതേപോലെ ഈ ഒച്ചഴിഞ്ഞു പോണ പോലത്തെ പോക്കേണ്ടാവൂ. രാഷ്ട്രീയത്തിൽ ഒരു റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വേണം എന്ന് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയത്തിൽ റിട്ടയർമെൻ്റ് ഉണ്ടല്ലോ. അല്ലേ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് 75 വയസ്സായാൽ റിട്ടയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. 75 വയസ്സായാൽ മറ്റ് ചുമതലകളിൽ നിന്ന് ആ ആളെ ഒഴിവാക്കുകയാണ് സാധാരണ നിലക്ക്. അങ്ങനെ ഒഴിവാക്കപ്പെട്ട ധാരാളം ആളുകൾ ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട്, നല്ല പ്രാപ്തരും കഴിവുറ്റവരുമായിട്ടുള്ള ആൾക്കാർ. പക്ഷേ വല്ലാതെ പ്രായം കൂടിയിട്ടും
കാര്യങ്ങൾ ചുമതല വഹിച്ച് പോകേണ്ടതില്ല എന്നൊരു പൊതു നിലപാടിലാണ് പാർട്ടി എത്തിയിരുന്നത്. അതാ നിലപാട് ഇപ്പം തന്നെയുണ്ട്. ഒരു പൊതുവെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ. അപ്പോൾ ഇപ്പം താങ്കളിപ്പോൾ ഈ പ്രായത്തിലും ഒരു ലീഡറായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അത് താങ്കൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ പ്രായമായിട്ടും ലീഡറായിട്ട് നേരിടേണ്ടി വരുന്ന ഒരു ചുമതല പാർട്ടി നൽകുമ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് മറ്റൊരാളെ കാണാൻ പറ്റാത്തതുകൊണ്ടാണോ അതൊരു പോരായ്മയാണോ? അത് മറ്റൊരാൾക്ക് ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ പറ്റാത്തതിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ടോ? എല്ലാ വശങ്ങളും പരിശോധിച്ചാണല്ലോ പാർട്ടി ഒരു വിലയിരുത്തൽ നടത്തുക. പാർട്ടി ഒരു വിലയിരുത്തൽ നടത്തി അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ തീരുമാനിച്ചാൽ ആ തീരുമാനം അനുസരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഓരോരുത്തരും സ്വീകരിക്കുന്ന നിലപാട്. അപ്പോൾ സാധാരണഗതിയിൽ 75 വയസ്സായാൽ റിട്ടയർ ചെയ്യുക എന്നുള്ള നില എല്ലാവരും സ്വീകരിക്കുന്നതാണ്. അതിനോടൊരു വൈമുഖ്യവും ആരും പ്രകടിപ്പിക്കില്ല. പക്ഷേ പ്രത്യേക സാഹചര്യം വരുന്നു, അത് തുടരേണ്ടതാണ് എന്ന് പറയുമ്പോൾ അതും അംഗീകരിച്ച് പോകുന്ന നിലയാണ് ഞങ്ങൾ സ്വീകരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. രാഷ്ട്രീയത്തിലെ റിട്ടയർമെൻറ്റിനെ കുറിച്ചും അവരെടുത്ത തീരുമാനത്തിനെ കുറിച്ചൊക്കെ പറയുന്ന ആൾ ഇപ്പോഴും 82 വയസ്സായിട്ട് ഇപ്പോഴും പാർട്ടി ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. ഇനി ചിലപ്പോൾ 3 വന്നാൽ ചിലപ്പോൾ മുഖ്യമന്ത്രി ആവാൻ ഇനി ഒന്നും കൂടി പാർട്ടി പുഷ് ചെയ്താൽ നിൽക്കുമായിരിക്കും ചിലപ്പോൾ. എടീ 82 വയസ്സായുള്ള ഒരു മനുഷ്യൻ ഇപ്പോഴും മുഖ്യമന്ത്രി ആയിട്ട് ഇരുന്നുകൊണ്ടാണ് പറയുന്നത് ഇല്ല റിട്ടയർമെൻറ്റൊക്കെ ഞങ്ങൾ ചെയ്ത് 70-75 വയസ്സാകുമ്പോൾ നമ്മളാളുകളെ സൈഡാക്കാറുണ്ട്. പക്ഷേ എൻ്റെ കേസിൽ അങ്ങനെ ഞാൻ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. എനിക്കിതൊന്നും ബാധകമല്ല. ഞാൻ 24-ാമത്തെ വയസ്സിൽ റെക്കോർഡ് ഇട്ട MLA ആയാണ്. പിന്നെ അതിനുശേഷം ആരും കേരളത്തിലായിട്ടില്ല, എൻ്റെ പാർട്ടിയിൽ നിന്ന് വന്നിട്ടില്ല. ഞാനിപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പാർട്ടീൻ്റെ തലപ്പത്തിരിക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഒരു യുവത്വത്തിന് വളരാൻ വിടില്ല എന്നുള്ള ചിന്താഗതിയല്ലേ ഇപ്പോൾ ഇതിൽ നിഴച്ച് വെക്കുന്നത്. അപ്പോൾ സ്വന്തം കാര്യം വരുമ്പോൾ ഇങ്ങനെ റിട്ടയർമെൻറ്റ് ഉണ്ടോയിച്ച് 75 വയസ്സിൽ ബാക്കിയുള്ളവർക്ക് സൈഡാക്കും. പക്ഷെ ഞാൻ മാറില്ല, കടിച്ചു പിടിച്ചിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, വൃദ്ധസദനത്തിലാണ് ഇപ്പോഴും കേരളത്തിലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ 2016 കേരളം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള മാറ്റം എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളം അഴിമതിയുടെ കാര്യത്തിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായിട്ട് മാറി ഇന്ത്യയിൽ. ഇത് LDF അല്ലെങ്കിൽ ഈ നില കൈവരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ കേരളത്തിൽ തന്നെ ജീവിക്കുന്ന ഒരാളാണ്. യാത്രകൾ പോകുന്നുണ്ടെങ്കിലും പോയി വന്ന് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് പ്രത്യക്ഷമായിട്ട് കാണുന്നത് നമ്മളിപ്പോഴും യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് റോഡുകൾ വളരെയധികം മെച്ചപ്പെട്ടതായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. അത് ഈ ഹൈവേ മാത്രമല്ല, ചെറിയ റോഡുകളാണെങ്കിലും ഇപ്പോൾ ഞാൻ തലശ്ശേരിയിൽ നിന്ന് ഇന്നലെ കതിരൂർ വഴി ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ ഇപ്പോഴാണെങ്കിലും എപ്പോഴും കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് ഞാൻ നോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ പത്തനംതിട്ടക്കാരനാണ്, ആറന്മുള മണ്ഡലമാണ്. ഞങ്ങളുടെ നാട്ടിലാണെങ്കിലും എല്ലായിടത്തും റോഡുകൾ പലതും വളരെയധികം മെച്ചപ്പെട്ടതായിട്ട് എനിക്കത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല. പിന്നെ അതനുസരിച്ച് ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ എല്ലായിടത്തും ഉള്ള പോലത്തെ കാര്യങ്ങൾ തന്നെയാണ്. മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം പെർഫെക്റ്റ് അല്ലല്ലോ അല്ലേ? മാറ്റമല്ല ഞാൻ ചോദിച്ചത് എൻ്റെ സ്പെസിഫിക് ചോദ്യം, ഇപ്പം രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു. 2016 ശേഷമുള്ള നില വെച്ചാണ് ഇങ്ങനെ വന്നത്. ഇത് ഇങ്ങനൊരു മാറ്റം വരുന്നതിന് LDFൻ്റെ സംസ്കാരം വളരെ പ്രധാനമായിട്ട് പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പോൾ LDF അല്ലെങ്കിൽ ഇത്തരം ഒരു നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ചോദ്യം. അതിൻ്റെ ഉത്തരം പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാം, ഉത്തരം പറയാൻ എളുപ്പമുള്ള ചോദ്യം. അഴിമതിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു, കുറേയൊക്കെ ഒരു പരിധി വരെ. പക്ഷേ ഉള്ള അഴിമതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിട്ട് അവിടെ നിലനിൽക്കുന്നുള്ള സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ അല്ലെങ്കിൽ കമ്പയറിങ് അത് ഞാൻ വേറെ കാര്യം പറയാം. ഇനി കമ്മിങ് ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിലും അഴിമതി ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ 2 ടേമും ഇത് സോഷ്യൽ മീഡിയേൻ്റെ ഏറ്റവും പ്രൈം ബൂമിങ് ഫേസിലാണ് ഈ 2 ടേമും വന്നിട്ടുള്ളത്. സോ അഴിമതി കാണിക്കാൻ ഒന്ന് ചിന്തിക്കും, ഒന്ന് പേടിക്കും. മനസ്സിലായോ? ഇതൊക്കെ ഇത് പണ്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 4 ചാനലിൻ്റെ വായ പൊത്തി കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസ് പേപ്പറിൻ്റെ ഫണ്ട് ചെയ്താൽ മതിയായിരുന്നു. ഇതൊന്നും അയിമലൊന്നും നിൽക്കൂല. മനസ്സിലായില്ലേ? ആരെയും പേടിക്കാത്ത, സത്യം മാത്രം വിളിച്ചു പറയാനും അല്ലെങ്കിൽ ഒരാളെ തീർത്ത് കളയണമെന്നാണെങ്കിൽ അങ്ങനെയൊക്കെ
ജനങ്ങൾക്ക് ദ്രോഹമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അഴിമതി കാണിക്കുക എന്നുള്ളതൊക്കെ വിത്തിൻ സെക്കൻഡ് പൊട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പവർ ഇപ്പോൾ ഇവിടെ എക്സിസ്റ്റിംഗ് ആണ് കേരളത്തിൽ. അതുകൊണ്ട് ഇനി പിണറായി വിജയൻ എന്നല്ല, നാളെ ഇനി UDFും BJPയും വന്നു ഭരിച്ചാലൊക്കെ കേരളത്തിൽ അഴിമതി കാണിക്കാൻ കുറച്ച് പാടുപെടും. പക്ഷേ ഇത് ഞാൻ പറയുമ്പോഴും വലിയ വലിയ അഴിമതികൾ, അത് നമുക്ക് ചോദ്യം ചെയ്യാനേ പറ്റാത്ത രീതിയിലുള്ള ബിഗ് അഴിമതികൾ, ചെറിയ അഴിമതികളുടെ ചിലപ്പോൾ എണ്ണം കുറയും. വലിയ വലിയ സ്കാമിൻ്റെ എണ്ണം കുറയാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല. ഓക്കെ, ഇപ്പം ഞങ്ങൾ പിന്നെ 5 ലക്ഷം വീടുകൾ പാവപ്പെട്ടവർക്ക് നൽകി ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട്. 2021 UDFിൻ്റെ കൺവീനർ പരസ്യമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ലൈഫ് മിഷൻ റദ്ദാക്കും, നിർത്തിവെക്കും. അപ്പോൾ ഇപ്പോൾ 5 ലക്ഷം വീട് പൂർത്തീകരിച്ച് നിൽക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ 2021 LDFന് തുടർഭരണം കിട്ടിയത് കൊണ്ടല്ലേ ഈ 5 ലക്ഷം വീട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഈ ലൈഫ് മിഷൻ്റെ വീടിൻ്റെ കാര്യത്തിലാണ് ഞാൻ ആ അച്ചായനെ വരെ എടുത്തു വെച്ച് വീഡിയോ ചെയ്തത്. ഇപ്പോഴും എൻ്റെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവും ആ നാറി വന്നിട്ടില്ല. അതൊന്ന് തരാനും പറ്റില്ല. എങ്ങനെ തരാൻ പറ്റും? ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് പണി തീരാതെ കിടക്കുന്ന വീടുകൾ, ഈ വീടുകൾ ഈ സർക്കാർ ഇപ്പോൾ വലിയ ക്രെഡിറ്റ് പോലെ മുഖ്യമന്ത്രി തന്നെ വന്നിരുന്നു പറയുകയാണ്, ഞങ്ങൾ 5 ലക്ഷം വീട് വെച്ച് കൊടുത്തു. സാറേ, നിങ്ങൾ കോപ്പാണ് വെച്ച് കൊടുത്തത്. ഒരു ഇത്ര എമൗണ്ട് ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വീടിന് കൊടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു എമൗണ്ട് ആയിരിക്കണം. 4-5 ലക്ഷം രൂപ കൊടുത്ത് ഒരാളോട് ഇന്ന് ആ വീട് വെച്ചോ, ഭവനരഹിതർക്ക് ഭവനം എന്നൊക്കെ പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആവേണ്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കംപ്ലീറ്റ് ആയ പ്രൊജക്റ്റുകളൊക്കെ നിങ്ങളുടെ ഈ കാശ് കൊണ്ട് കംപ്ലീറ്റ് ആക്കിയതാണോ? പല നന്മമരങ്ങളും, ഈ അച്ചായനെ പോലുള്ള നന്മമരങ്ങളും അവരുടെ പ്രൊമോഷൻ്റെ ഭാഗം കൂടിയായിട്ട് സർക്കാരും ഇവരും തമ്മിലുള്ള ഒരു അവിഹിത ടൈപ്പ് ഇതിനകത്തുണ്ടോയെന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഞാനിത് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഐറ്റമായിരുന്നു. ഇത് ഇലക്ഷൻ ടൈമിൽ ഫ്ലെക്സുകൾ പൊന്തും, മുഖ്യമന്ത്രി വന്നിരുന്നിട്ട് ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ച് മാറ്റും. ഒരു ടൈമിൽ അച്ചായന് ക്രെഡിറ്റ്, ഒരു ടൈമിൽ മുഖ്യമന്ത്രിക്ക് ക്രെഡിറ്റ്. ഈ അച്ചായനെ ഞാൻ പറയാൻ കാരണം അച്ചായൻ അത് വിസിബിളായിട്ട് ചെയ്തതുകൊണ്ട്. ഇത് വിസിബിൾ അല്ലാതെ ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. പ്രാദേശികമായിട്ട് ഒരു നാട്ടിൽ ഉള്ള പ്രാഞ്ചിക്കൂട്ടന്മാരും നന്മയോളികളും മത നേതാക്കന്മാരും കുറേ ആൾക്കാർ ഇതേപോലെ പലരെയും സഹായിച്ച് ഈ പറഞ്ഞ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് മുടങ്ങിക്കിടക്കുന്ന വീടുകൾ എന്ത് ചെയ്യും, അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള പൈസ കൊടുത്ത് അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റിൽ അവർ കുറേ ഫ്ലക്സ് വെക്കും, അവരവരുടെ കുറേ ബിസിനസ് നടത്തും, അവരവരുടെ കുറേ PR ചെയ്ത് അവരുടെ മൈലേജ് കൂട്ടും. അത് കഴിഞ്ഞിട്ട് ഈ സാധനം നേരെ സർക്കാരിന് ഇട്ട് കൊടുത്ത് സർക്കാർ എന്ത് ചെയ്യും, ഒരു ഇലക്ഷൻ്റെ സമയം വരുമ്പോൾ ഞങ്ങൾ വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞു വരും. ആരാ പൊട്ടന്മാർ? ഖജനാവിനകത്ത് നിന്ന് നമ്മൾ അധ്വാനിച്ച നമ്മുടെ നികുതിപ്പണം എടുത്തിട്ട് ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി നാട്ടുകാർക്ക് വീടുണ്ടാക്കി കൊടുക്കാനാന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആവുന്നില്ല. മനസ്സിലായില്ലേ? ഇത് വലിയൊരു സ്കാമാണ് ഈ സാധനം. ഇതിവിടുത്തെ പ്രതിപക്ഷമെങ്കിലും ഏറ്റെടുത്തതെന്ന് എക്സ്പോസ് ചെയ്യും ഈ ഇലക്ഷൻ്റെ ടൈമിൽ നിന്നെങ്കിലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ ആരേറ്റുപിടിക്കാൻ. ഒരു നേട്ടം കൂടെ ഞാൻ പറയാം. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ പവർ കട്ട് എന്ന് പറഞ്ഞൊരു സംഭവം അത് ശരിക്കും ഇല്ല എന്ന് തന്നെ പറയാം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പവർ കട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. വീട്ടിലൊക്കെ പണ്ടൊക്കെ ഇൻവേർട്ടറൊക്കെ വാങ്ങിച്ചു വെക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു, ബാറ്ററി അങ്ങനെ സാധനങ്ങളൊക്കെ. ഇപ്പോൾ ഇൻവേർട്ടർ പോലും ഇല്ല വീട്ടിൽ. കാരണം പവർ കട്ട് എന്ന് പറയുന്നത്, കറണ്ട് പോകാന്ന് പറയുന്നത് പോലും വളരെ അപൂർവമായിട്ട് മാറിയിരിക്കുകയാണ്. അത് നിങ്ങളുടെ ഒരു ഭരണ നേട്ടം തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അതെങ്ങനെയായിരിക്കും അച്ചീവ് ചെയ്തത്? അല്ല, അത് ക്വാളിറ്റി പവർ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ ക്വാളിറ്റി പവർ കൊടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഓക്കെ, നമ്മുടെ പവർ രംഗത്തുള്ള പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ട്രാൻസ്ഗ്രിഡ് 2.0 പരിപാടി നടപ്പാക്കിയത്. നല്ല പണം അതിന് ചെലവഴിക്കുകയാണ്. ആ തരത്തിലുള്ള ഒരു പദ്ധതികളിലൂടെയാണ് ഈ പറയുന്ന ക്വാളിറ്റി പവർ നടപ്പാക്കുന്നത്. പിന്നെ പുതിയ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടികൾ നല്ല തോതിൽ കേരളത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇൻവെർട്ടറുകളെല്ലാം എടുത്ത് കളഞ്ഞ് വീട്ടിൽ നിന്ന് സുജിത് ഭക്തൻ പറയുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി വെക്കുക ചെയ്തത്. കാരണം പവർ കട്ട് എന്ന് പറഞ്ഞ ടേമിൽ നിന്ന് ഇത് മാറിപ്പോയി. പവർ കട്ട് എന്ന് പറഞ്ഞൊരു ഐറ്റം ഇല്ലെങ്കിൽ പോലും ഒരു ദിവസത്തിൽ 5 മിനിറ്റും 10 മിനിറ്റും ഒക്കെ ആയിട്ട് അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് കറണ്ട് പോകാറുണ്ട്. എന്നും ഇല്ലെങ്കിലും ആഴ്ചയിലൊരു 1, 2, 3 ദിവസങ്ങളിൽ ഇതേപോലെ 10-15 മിനിറ്റ്, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് കട്ടാക്കി പോകാറുണ്ട്. പവർ കട്ട് എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ ഇല്ലാന്നേ ഉള്ളൂ. ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണേ. മലപ്പുറം ഭാഗത്താണ് എൻ്റെ വീട്.
നമ്മുടെയൊക്കെ ആ ഒരു ഏരിയയിൽ അങ്ങനെ ഉണ്ട്. ആഴ്ചയിൽ ഒരു 1-2 ദിവസമൊക്കെ അങ്ങനെ സംഭവം. അല്ലാതെ ഇപ്പോൾ നമുക്ക് മറ്റേ പൊട്ടബുദ്ധിക്കൊന്നും ഈ ഇൻവെർട്ടർ പവർ കട്ടേ സംഭവിക്കുന്നില്ല, നമ്മൾ ഇൻവെർട്ടർ കയറി വെക്കില്ലല്ലോ. പിന്നെ ഒബിയസ്ലി മഴ പെയ്യുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു മഴ, ഇപ്പം അടുത്ത് തന്നെ ഈ വേനൽക്കാലത്ത് ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ കംപ്ലീറ്റ് ഒരു ദിവസം ഫുള്ള് അല്ലെങ്കിൽ ഒരു 12 മണിക്കൂർ 10 മണിക്കൂറൊക്കെ പല പ്രശ്നങ്ങൾ കാരണം കറണ്ട് പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇൻവെർട്ടർ വെക്കുന്നത്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും പവർ കട്ട് എന്ന് പറഞ്ഞൊരു ടേം ആ ഒരു പെർട്ടിക്കുലർ അരമണിക്കൂർ അതങ്ങോട്ട് ഒഴിവാക്കിയെന്നുള്ളൂ. പക്ഷെ അല്ലാത്തപ്പോഴും ഈ പറഞ്ഞ പോലെ ഇടയ്ക്കും തലയ്ക്കുമായിട്ട് 10 മിനിറ്റും 5 മിനിറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ സാധനം കട്ടാവുന്നുണ്ട്. അതിനിപ്പോൾ ആ ഒരു 5, 10, 15 മിനിറ്റ് കൊണ്ട് അതെങ്ങനെ ഒരു മരം വീണതോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈനിൻ്റെ പ്രശ്നം അങ്ങനെ ആണെന്നും ഞാൻ വിചാരിക്കുന്നില്ല. മനസ്സിലായോ? ഇതൊരു പവർ കട്ട് എന്നുള്ളൊരു വാക്കോ അല്ലെങ്കിൽ കാര്യം ഒന്നും പറയുന്നില്ല എന്നുള്ളൂ. പക്ഷേ അങ്കിയൊക്കെ ആയിട്ടൊക്കെ പോകുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട് തോന്നുന്നു. ഈ അരമണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ ഒരാഴ്ചയിൽ 10 മിനിറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തായിരിക്കും ചിലപ്പോൾ. ആയിരിക്കാം, എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കമ്പയറിങ് ടു ദാറ്റ് സാധനം ഏത് പവർ കട്ട്, അയ്യോ പവർ കട്ട് അപ്പം ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ ആ സാധനം. പവർ കട്ടാണ് വേഗം മറ്റേ ടോർച്ച് എടുത്തോ മെഴുതിയെടുത്തോ അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഷോ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിക്കറ്റിൻ്റെ ഫൈനൽ കാണുമ്പോഴൊക്കെ ഇതാവണം പവർ കട്ട്, ഇടും പവർ പോയി. പിന്നെ KCBക്ക് വിളിക്കുന്നു, ചീത്ത പറയുന്നു. ആ സാധനത്തിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, അതൊക്കെ മാറിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ട് തന്നെ പറയണമല്ലോ. ബട്ട് സ്റ്റിൽ അതൊരു കംപ്ലീറ്റ് സാധനമാണോ, ഇടയ്ക്കും തലയ്ക്കും ഇതേപോലെ കണ്ടുപിടികളാനുള്ള പരിപാടികൾ ഉണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ PR ദൈവത്തിൻ്റെ തള്ളുകൾ. ഞാൻ അയാളെങ്ങനെ വിളിക്കുക, ഔട്ട് ആൻഡ് ഔട്ട് PR-ൻ്റെ മുകളിലാണ് ഈ ചങ്ങായി പിടിച്ചതെന്നുള്ളത് മൊത്തം. അല്ലാതെ ഇയാളെ കയ്യിൽ നിന്ന് കൂടെ ഇയാളെ വേ ഓഫ് ടോക്കിങ്ങും ഇയാളെ പ്രസൻറ്റേഷനൊക്കെ ഇയാളുടെ ഒരു രാജാവാണ് തമ്പുരാൻ എന്നുള്ള മൈൻഡ് സെറ്റാണ് ഇങ്ങനെയിരിക്കും. ഓക്കെ, പ്രായത്തിൻ്റെ ആയിരിക്കാം, അധികാരം ഇത്ര കാലം കയ്യിലിരുന്നതിൻ്റെ ആയിരിക്കാം, വോട്ടെവർ. ചങ്ങായി എന്താ പറയുക, ഒരു ഇപ്പോഴും ഒരു ഇത്ര വയസ്സാണെങ്കിലും ഒരു മെച്യൂരിറ്റി കാണിക്കാത്ത രീതിയിലുള്ള സംസാരമൊക്കെ സംസാരിച്ചോളൂ. അപ്പോൾ എന്താണെങ്കിലും ഇത് സുജിത് ഭക്തൻ്റെ പോഡ്കാസ്റ്റ് കമ്പാരറ്റീവ്ലി ബാക്കിയുള്ളതൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടി ഓക്കെ ആയതുകൊണ്ടാണ് ഞാനത് എടുത്തത്. ഓക്കെ, ബാക്കി ഇനി PR ദൈവത്തിൻ്റെ ബാക്കി പരിപാടികൾ എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. 3 പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി എന്തൊക്കെ നമ്മൾ കാണേണ്ടി വരും. എല്ലാവരുമായിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. കാറിൽ കയറിയിരിക്കുമോ, 4 ചോദ്യം ചോദിച്ചാൽ മതിയായിരുന്നു. വരില്ലായിരിക്കും.